ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഊരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ റൗണ്ട് വണ്ണിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൗണ്ട് വണ്ണിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. കാരണം ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇംപ്രഷൻ ദാറ്റ് വി കുഡ് മേക്ക്. സോ ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. So if you haven't watched those videos, please go and watch, then come back because this is a continuation. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒബ്വിയസ്ലി അതിനെക്കുറിച്ച് തന്നെയാണല്ലോ അല്ലേ പറയാം. എനിവേ, സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് പുഷ് ദ നോട്ടിഫിക്കേഷൻ ബെൽ so that you don't miss any of our videos. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റൗണ്ട് വണ്ണിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. അതിൽ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കിടക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പാടെ നമ്മൾ എടുത്ത് കളയേണ്ടുന്ന ഒരു സാധനം തന്നെയാണ്. കാരണം സ്പീക്കിങ്ങിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന ചോദ്യമാണ് ഒരാൾ ചോദിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് വേർ ആസ്ക്ഡ് ദീസ് 3 ക്വസ്റ്റ്യൻസ്. ഈ 3 ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും നിങ്ങൾക്കറിയാലോ റൗണ്ട് വണ്ണിൽ ഒരു രീതി എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി വാട്ട് ഈസ് യുവർ നെയിം. അപ്പോൾ നമ്മൾ പറയേണ്ടത് നമ്മുടെ ഫുൾ നെയിമാണ്. ആ ഫുൾ നെയിം എന്താണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്നുള്ളത്. ഇഫ് യു ഡോണ്ട് നോ ദീസ്, ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഫസ്റ്റ് നെയിമും സർ നെയിമും മാത്രം പറയുക. നമ്മുടെ പേരും നമ്മുടെ വീട്ടുപേരും ചേർത്തിട്ട് പറയുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി വാട്ട് ഷാൽ ഐ കോൾ യു. ദെൻ യു ക്യാൻ സേ, സി ഫോർ എക്സാമ്പിൾ മൈ നെയിം ഈസ് മുഹമ്മദ് ജാസിം, സോ you can call me Jasim because most of the people call me that, right? So I can say you can call me Jasim or you may address me as Jasim എന്ന രീതിയിൽ എനിക്ക് പറയാം. ഇനി അടുത്ത ചോദ്യമായിരിക്കും can I see your ID? So you can give your passport and she will give it or he will give it back. Okay? ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ, ഈ 3 ചോദ്യങ്ങൾ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ചോദ്യമാണ് are you working or സ്റ്റഡിയിങ്. ഓക്കെ, ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആർ യു വർക്കിംഗ് ഓർ സ്റ്റഡിയിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം യെസ് ഐ സ്റ്റഡി എന്നാണെങ്കിൽ ദാറ്റ് ഈസ് എ റോങ് ആൻസർ. ഇത് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാറില്ല. എല്ലാ കാൻഡിഡേറ്റ്സും പറയുന്നതാണ് സർ എന്നോട് ചോദിച്ച ചോദ്യത്തിനല്ല ഞാൻ കറക്റ്റ് ഉത്തരം പറഞ്ഞു എന്നുള്ളത്. ശരിക്കും അതല്ല കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന രീതി എങ്ങനെയാണ്? ആർ യു എന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യെസ് ഐ ആം പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്, ഈ രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ആൻസർ. ഇനി അതല്ല നിങ്ങളോട് ചോദിക്കുന്നത് ഡു യു വർക്ക് ഓർ സ്റ്റഡി എന്ന രീതിയിലാണെങ്കിൽ ഐ വർക്ക് ഓർ ഐ സ്റ്റഡി എന്ന രീതിയിലായിരിക്കണം പറയേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു ലിവിങ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ്, സോറി ആർ യു വർക്കിംഗ് ഓർ സ്റ്റഡിയിങ്, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞ ചോദ്യം. ആർ യു ലിവിങ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ് ഓർ ഹൗസ്? ഇതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റിലാണോ അതോ ഹൗസിലാണോ താമസിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന രണ്ടാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം ക്രൂഷ്യലായിട്ട് കൂടുതൽ കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ഈസ് യുവർ ഹോം ടൗൺ. ശരിക്കും വാട്ട് ഈസ് യുവർ ഹോം ടൗൺ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്കത് ഡിസ്ക്രിപ്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് മൈ ഹോം ടൗൺ, ദിസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദിസ് ഡിസ്ട്രിക്റ്റ് എന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. വേർ ഡു യു കം ഫ്രം എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്ക് 2 സെൻറ്റൻസ് പറഞ്ഞാൽ മതി. ഐ എം കമ്മിങ് ഫ്രം ദിസ് പ്ലേസ്, ദിസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദിസ് പ്ലേസ് എന്ന രീതിയിൽ പറയാം. പക്ഷേ വാട്ട് ഈസ് എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഇറ്റ് ഇസ് ബെറ്റർ ടു ഗിവ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഈ 3 ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇതിന് ബെസ്റ്റ് ആൻസേഴ്സ് നിങ്ങൾ ഉണ്ടാക്കുക. ഏറ്റവും നല്ലത് ഐ എം ടെല്ലിങ് യു ഗൈസ്, റിപ്പീറ്റ് ചെയ്യുക. ആർ യു ലിവിങ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ് ഓർ എ ഹൗസ്? ഇതിന് ഒരു ആൻസർ നിങ്ങൾ ഉണ്ടാക്കുക. ഇത് എഴുതി വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ പതിയും. എന്നിട്ട് ഇത് തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് റൗണ്ട് 2 അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം. ആ സമയത്ത് ഞാൻ ഇതിന് പറ്റിയൊരു എഫക്റ്റീവായിട്ടുള്ളൊരു വീഡിയോനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെൽ അവിടെ പ്രസ് ചെയ്ത് വയ്ക്കുക. Please don't miss any of the videos because we are studying together. Okay, we are learning together. നമുക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് 3 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, മോസ്റ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത വീഡിയോ മുതൽ നമ്മൾ റൗണ്ട് 2 ആരംഭിക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ റൗണ്ട് 2നെ കുറിച്ച് പറയാം. ഡോണ്ട് മിസ് ദാറ്റ് വീഡിയോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് please comment it, I will reply you. Okay, so see you in the next video. Bye.